Hello sir, start ചെയ്യാമോ? Hello everyone. എല്ലാവർക്കും Pinnacle Education Centreന്റെ പുതിയ ലൈവിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റൊട്ടേഷണൽ ഡൈനാമിക്സ് നമുക്ക് ഫിസിക്സിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻസ് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മള് അത്യാവശ്യം പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് the torque about the origin when a force of 3 J cap Newton acts on a particle whose position vector is 2 K cap meter. So നമുക്ക് ഫോഴ്സ് ആസ് എ വെക്ടർ ഇൻ കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുണ്ട്. അതേപോലെ പൊസിഷൻ വെക്ടറും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോർക്ക് ആണ്. സോ വെരി ബേസിക് എക്സ്പ്രഷൻ വി നോ ടോർക്ക് ഇസ് ഈക്വൽ ടു വാട്ട്? R ക്രോസ് എഫ്. നമുക്ക് മൂന്ന് കമ്പോണന്റ്സ് വെച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു ടഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒറ്റ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാലോ. അപ്പൊ ചെയ്തിട്ട് ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ സി. കുറെ പേര് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലെ? എല്ലാവർക്കും കിട്ടിയോ? എന്തുകൊണ്ടാ ഓപ്ഷൻ സി വരാനുള്ള റീസൺ എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം അല്ലെ? സോ ആർ വാല്യൂ ഇസ് 2 K cap ആണ് ആൻഡ് എഫ് വാല്യൂ ഇസ് 3 J cap ആണ്. ആൻഡ് 2 into 3 is 6. ആൻഡ് ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആരുടെ മാത്രം എടുത്താൽ മതി? കെന്റെയും ജെന്റെയും മാത്രം എടുത്താൽ മതി അല്ലെ? സോ ടോർക്ക് ഇസ് ഈക്വൽ ടു വാട്ട്? 6 K cross J is negative I cap. So the option is minus 6 I cap. So it's a very simple question. NEET 2020 വന്നിട്ടുള്ളതാണ്. ഇനി ഇവിടുന്ന് നമ്മളടുത്ത് ടോർക്കിന്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഏത് ആക്സിസിൽ കൂടെ ആയിരിക്കും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക? കമന്റ് ചെയ്തേ. ടോർക്ക് is equal to negative 6 I cap എന്ന് പറഞ്ഞാൽ ടോർക്ക് ഏത് ഡയറക്ഷനിലായിരിക്കും?
വെറും എക്സ് ആക്സിസ് മാത്രമായിരിക്കോ? അവിടെ ഒരു മൈനസും കൂടെ ഇല്ലേ? സോ നെഗറ്റീവ് എക്സ് ആക്സിസിലായിരിക്കില്ലേ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കുറച്ച് സിമിലർ ആണ്, പക്ഷെ നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാവണം ടോർക്കിനെ കുറിച്ചിട്ട്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് the moment of the force F equal to 4i cap plus 4j cap minus 6 cap at 2, 0, minus 3. About the point 2 minus 2 minus 2 is given by. നമ്മൾ നേരത്തെ ടോർക്ക് is equal to r cross f എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. അവിടെ about origin ആയിരുന്നു നമ്മൾ ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് about a point 2 minus 2 minus 2. So this is the point. 2 minus 2 minus 2. So origin about ആയിട്ടല്ല ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നുള്ളൊരു ടേം ആണ് അവരുടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ടോർക്ക് ആണെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് ടോർക്ക് ആൻഡ് മൊമെന്റ് ഓഫ് മൊമെന്റം ഇസ് ആംഗുലർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് സംതിങ് റിലേറ്റഡ് ടു മാസ്. Now force തന്നിട്ടുണ്ട് F equal to 4i cap plus 5j cap minus 6k cap. ഇനി നമുക്ക് പൊസിഷൻ വെക്റ്റർ വേണം അല്ലെ? R cross F ആണ് ടോർക്ക്. ഈ F എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് R കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Now നമുക്ക് ഫിഗർ വരച്ചിട്ടൊന്ന് നോക്കുവാണെങ്കിൽ, സപ്പോസ് ഈ ഒരു പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ദ പോയിന്റ് 2, 0, minus 3. പക്ഷെ നമുക്ക് വേണ്ടത് അബൌട്ട് അനദർ പോയിന്റ് ആണ്. സോ ദിസ് പോയിന്റ് ഞാൻ എ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ബി പോയിന്റ് ഇസ് ദിസ് ആൻഡ് എ പോയിന്റ് ഇസ് വാട്ട്? 2, 0, minus 3. So this is A point, force is acting in this direction, and another B point is over here. Now B point in about ആയിട്ടുള്ള position vector of this point ആണ് നമുക്ക് വേണ്ടത്. So this is equal to what? Displacement vector അല്ലേ? Position vector of A നമ്മൾ RA കൊണ്ടും position vector of B നമ്മൾ RB കൊണ്ടും മാർക്ക് ചെയ്യുവാണെങ്കിൽ about B position vector of that point എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ മാർക്ക് ചെയ്യുന്നതായിരിക്കില്ലേ? നമ്മൾ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കുക? Displacement vector is equal to what? Delta xi plus delta yj plus delta zk cap. Okay, using this concept നിങ്ങൾ ആദ്യം R കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ്. ബിക്കോസ് നമുക്ക് 3 കമ്പോണൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് ഫോം വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? ടോർക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, ചിലരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ ഈസി ആണല്ലോ അല്ലെ? ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. What will be the position vector of that point with respect to B? R is equal to 2 minus 2 I cap plus 0 minus minus 2 j cap plus minus 3 minus minus plus k cap. So it is equal to what? 0 I cap plus 2 j cap
minus 1. K cap is the position vector of that point with respect to B. Origin ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതിയായിരുന്നു? ആ പോയിന്റിന് IJK എന്ന് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, നൗ നിങ്ങൾക്ക് അറിയാലോ, ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം. നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആൻസർ ടോർക്ക് ഇസ് ഈക്വൽ ടു -7i - 4j - 8 K cap. സോ ഇത്രയും സിമ്പിൾ ആണ്. ജസ്റ്റ് ആ ഒരു ആറിന്റെ ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയാലോ? എല്ലാരും റെഡി ആണോ? ഒന്ന് കമന്റ് ചെയ്തേ, റെഡി ആണോ? ഓക്കെ, ഇവിടെ നമുക്കൊരു കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ദ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. A force F is equal to alpha I cap plus 3 J cap plus 6 K cap is acting at a point R. The value of alpha for which angular momentum about origin is conserved. So ഇവിടെ ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ആൽഫ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ എന്താണ്? About origin angular momentum conserved ആണ്. സോ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആവുക എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് ഡോ എൽ ബൈ ഡോ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡി എൽ ബൈ ഡി ടി എന്ന് എഴുതാം. എല്ലിന് ഒത്തിരി കമ്പോണൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡോ എൽ ബൈ ഡോ ടി യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോർക്ക് ആണെങ്കിൽ എപ്പോഴാണ് എൽ വാല്യൂ കൺസേർവ്ഡ് ആവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? Angular momentum is conserved when external torque is equal to 0. Now, using the same concept, നമുക്ക് F അറിയാം, R അറിയാം, ടോർക്ക് കണ്ടുപിടിക്കാം. Then ഈ ടോർക്കിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാം? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അവരൊരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു കേസ് മാത്രം കാണിക്കാം. ബിക്കോസ് ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കുന്നത് കേട്ടോ. അവിടെ ഐ ക്യാപ്പിന്റെ കമ്പോണന്റ് നിങ്ങൾക്ക് 0 ആയിട്ട് കിട്ടും. ആൻഡ് ജെ ക്യാപ്പിന്റെ കമ്പോണന്റ് 12 പ്ലസ് 12 ആൽഫ ആയിരിക്കും. സോ നമുക്ക് ടോർക്ക് 0 ആവണമെങ്കിൽ എവറി കമ്പോണന്റ് ഷുഡ് ബി 0. So we can equate the J component to 0 and you will get alpha value is equal to -1. Okay, okay, okay. ഒരാൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സി ആയിട്ട്. സോ ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. യെസ് യെസ് യെസ്, സി ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നൗ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യനിലെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. A mass M moves in a circle on a smooth horizontal plane with a velocity v0 at a radius r0. So v0 velocity, r0 radius, mass is M. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒത്തിരി പേര് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സി. ഓക്കെ, come on. Next, the mass is attached to a string which passes through a smooth hole in the plane as shown in the figure. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവർ ഫിഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. Now the tension in the string is increased gradually and finally M moves in a circle of radius r0. Now the same mass r0/2 റേഡിയസിലാണ് ഇപ്പൊ അത് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ we need to calculate final kinetic energy. So initial kinetic energy എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു റൊട്ടേറ്റിംഗ് മോഷൻ r0 നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ what will be the kinetic energy? എങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? ഒരു റൊട്ടേറ്റിംഗ് മോഷനിലുള്ള കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് അല്ലെ? സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഹിയർ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ സെയിം ഹാഫ് എം വി സ്ക്വയറിന് നമ്മൾ ഐ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്.
പക്ഷെ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്താലും മതിയാവും. എമ്മും ആറും വിയും ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോ ഈ ഒരു ബോഡിയുടെ മോഷനില് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കില്ലേ? ബിക്കോസ് അവിടെ ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്കിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. സിൻസ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ചില കൺസർവേഷൻസ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ ലീനിയർ മോഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ നമ്മള് ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് എന്നുള്ള രീതിയിൽ വേണം കോൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റൊട്ടേഷണൽ മോഷൻ ഒക്കെ വരുന്ന സമയത്ത് എക്സ്റ്റേണൽ ടോർക്കിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. എക്സ്റ്റേണലി ടോർക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടല്ല r0/2 റേഡിയസിലോട്ടേക്ക് അത് മാറിയത്, അതിന്റെ റൊട്ടേഷൻ. സിൻസ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0, വി ക്യാൻ റൈറ്റ് Li ഈക്വൽ ടു Lf. അതായത് ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം, ഫൈനൽ ആംഗുലാർ മൊമെന്റം സെയിം ആയിരിക്കും. ആൻഡ് ഇനീഷ്യൽ കേസ് എന്ന് പറയുന്നത് m, v0, r0 ആണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആൻഡ് Li എന്ന് പറയുന്നത് എന്തായിരിക്കും? m, v0, r0 ആയിരിക്കില്ലേ? ഇത് നമുക്ക് r ക്രോസ് p യിൽ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. നൗ LF ന്റെ വാല്യൂ നമ്മൾ ആ r0ന് ചേഞ്ച് കൊടുക്കുന്നു, വെലോസിറ്റി ഓൾസോ ചേഞ്ചസ്. അപ്പൊ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? മാസ് സെയിം ആണ്, വെലോസിറ്റി വിയിലോട്ട് മാറുന്നു, ആൻഡ് LF ന്റെ വാല്യൂ ഇസ് വാട്ട്? mvr0/2. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷനില് യെസ് എന്ത് സംഭവിക്കുന്നേ? വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ കണക്ടിങ് v ആൻഡ് v0, ദാറ്റ് ഈസ് v ഈക്വൽ ടു 2v0 എന്ന് കിട്ടില്ലേ? ബാക്കി എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം അല്ലെ. നൗ ഇനി ഹാഫ് ഐ ഒമേഗ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒമേഗ ഒക്കെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഡയറക്ട്ലി എങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എം വി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് എം വി സ്ക്വയറിന്റെ വാല്യൂ എന്താ മക്കളെ? 2v0 ദി ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒറിജിനൽ കൈനറ്റിക് എനർജിനേക്കാളും 4 ടൈംസ് ഇൻക്രീസ് ആവും അല്ലെ. സോ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ആരാ ഉണ്ടാവുക? 2mv0 സ്ക്വയർ ആണല്ലോ. നമ്മുടെ ഓപ്ഷനിൽ എ ആണ് 2mv0 സ്ക്വയർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ സിമിലർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. Similar question. Okay, a similar question order just ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ്, ഇവിടെ നമുക്കൊരു വെക്ടറിന്റെ ചെറിയൊരു കോൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ്, ഇഫ് F is the force acting on a particle having position vector r and τ, be the torque of this force about the origin. പിന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആറും ടോർക്കുമായിട്ടുള്ള കണക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ആൻഡ് അവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇട്ടിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നേ? എഫ്, ആർ ആൻഡ് ടു, എന്താണ് അവർക്കിടയിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നേ? ടോർക്ക് is equal to r ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആറിന്റെയും എഫിന്റെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? ടോർക്ക് ഉണ്ടാവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ ഡോട്ട് ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ആർ ഡോട്ട് ടോ ഒന്ന് കമന്റ് ചെയ്തേ.
r dot tau എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്? r tau cos theta. What is the angle between r and tau? From this expression, angle between r and tau is 90 degree അല്ലേ? കാരണം അവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ടോർക്ക് ഉണ്ടാവുക. That is, we can write r dot tau equal to 0. Similarly, f dot tau, ഫോഴ്സും ടോർക്കും തമ്മിലുള്ള ആംഗിളും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ് അല്ലെ? So again, f dot tau equal to 0. So option B ആണ് correct ആയിട്ടുള്ളത്. RT cos theta, yes, yes. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ? So we can move to next problem. Okay, so this is also a concept based problem. A particle of mass m moves in the xy plane with a velocity v along the straight line AB. If the angular momentum of the particle with respect to origin O is LA when it is at A and LB when it is at B, then നമുക്ക് LA LB റിലേഷൻ ആണ് വേണ്ടത്. ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും ഫിഗർ ഉണ്ട് എന്നാണെങ്കിൽ ഫിഗർ വരച്ചു നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. So a particle of mass m moves in xy plane അല്ലേ? അപ്പൊ നമ്മൾ ഒരു xy plane എടുക്കുന്നു. This is x-axis and this is y-axis. And the particle velocity v ആണ് along a straight line AB. അപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു. ആൻഡ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഉള്ളത്. Now throughout the സ്ട്രെയിറ്റ് ലൈൻ വെലോസിറ്റി അപ്പൊ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. Now എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? If the angular momentum of the particle with respect to origin is LA. അപ്പൊ with respect to origin ഇവിടുത്തെ വാല്യൂ LA ആണ്. And with respect to origin B യിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആംഗുലാർ മൊമെന്റം LB ആണ്. ഇനി ഇവർക്കിടയിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ബിഫോർ ദാറ്റ് നമുക്ക് എന്താണ് ആംഗുലാർ മൊമെന്റം എന്ന് അറിയണ്ടേ? ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ എന്തായിരുന്നു? മാസ് വെലോസിറ്റി. നമുക്ക് ആരെ കിട്ടും? മൊമെന്റം കിട്ടും. പിന്നെ ആരും കൂടെ ഉണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ആംഗുലാർ മോഷനിലുള്ള റേഡിയസും കൂടെ ഉണ്ടാവുമല്ലോ. സിംപ്ലി നമുക്ക് L ഈക്വൽ ടു mvr എന്ന് പറയാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ബേസിക്കലി പോകുന്നത്? ആർ ക്രോസ് പിയിൽ നിന്നാണ് പോകുന്നത്. ആൻഡ് ആർ ക്രോസ് പിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ആർ ക്രോസ് എം വി എന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓർ എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് പറയാം. ഇതിന്റെ മീനിങ് എന്താ മക്കളെ? എൽ എന്ന് പറയുന്നത് ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ബോത്ത് ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എല്ലിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലെ? ഇവിടെ ഇപ്പൊ നമുക്ക് ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. സോ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുവാണെങ്കിൽ ഈ മാസും വെലോസിറ്റിയും രണ്ടുപേർക്കും സെയിം അല്ലേ? കാരണം വെലോസിറ്റി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എ ബിക്ക് അലോങ് ആയിട്ട് വി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബി പോയിന്റിലും എ പോയിന്റിലും എമ്മും വിയും കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ആറിന്റെ ചേഞ്ച് ആണ് നമുക്ക് അറിയണ്ടേ. നോർമലി നമ്മൾ ചിന്തിക്കുക എങ്ങനെയാ? ഒറിജിനിൽ നിന്ന് എയിലോട്ടേക്ക് ആർ എ പൊസിഷൻ വെക്ടർ, ബിയിലോട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ ബി. പക്ഷെ ഈ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലോട്ടേക്കുള്ള പൊസിഷൻ വെക്ടർ അല്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുന്നേ? ഇവിടെ ആർ എന്ന് പറയുന്നേ. നേരത്തെ നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചപ്പോഴും അത് കറക്റ്റ് എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ആണ്. ആ പോയിന്റിലോട്ടേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പെർപെൻഡിക്കുലർ വരയ്ക്കാന്നാ പഠിച്ചിട്ടുള്ളേ?
ഏത് പോയിന്റിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ കാണേണ്ടത് അവരെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് ജോയിൻ ചെയ്യുക. ദിസ് ഇസ് ഒറിജിൻ. അപ്പൊ ഈ ഒരു ലൈനിനെ ഞാൻ നീട്ടി ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. സോ പെർപെൻഡിക്കുലർ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ? അത് എയിലോട്ടേക്കാണെങ്കിലും ബിയിലോട്ടേക്കാണെങ്കിലും ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദ സെയിം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എം വി ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആംഗുലാർ മൊമെന്റം അറ്റ് എൽ ഈക്വൽ ടു ആംഗുലാർ മൊമെന്റം അറ്റ് ബി. സോ എ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ചിലരെങ്കിലും മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നത് എല്ലും എയും ഈക്വൽ ആയിരിക്കും. സോറി, എൽ എയും എൽ ബിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ വിത്തൗട്ട് എനി ഹെൽപ്പ് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യണം. ഞാൻ നിങ്ങളുടെ കമന്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. റീഡ് ദ ക്വസ്റ്റ്യൻ. A small mass attached to a string rotates on a frictionless tabletop as shown. If the tension in the string is increased by pulling the string, causing the radius of the circular motion to decrease by a factor of 2, the kinetic energy of the mass will, options are decrease by a factor of 2, remain constant, increase by a factor of 2, and last option is increase by a factor of 4. നമ്മളിപ്പം ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തതിലുള്ള ഒരു സിമിലർ പ്രോബ്ലം ആണ്. സോ ഞാൻ നിങ്ങളുടെ കമന്റിനായിട്ട് വെയിറ്റ് ചെയ്യണം. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. യെസ് യെസ്, കുറെ പേര് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. നേരത്തെ നമ്മള് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചപ്പോ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ? 4 times half mv². അതിന് സെയിം കേസ് തന്നെയല്ലേ ഇവിടെ വരുന്നേ? അപ്പൊ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇപ്പോ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു ഇയറിലുള്ള പ്രോബ്ലം ആണ്. പക്ഷെ ഇത് 2011 വരുന്ന പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലത്തിന് ഒത്തിരി ടൈം എടുക്കാതെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടെ വളരെ തറോ ആയിട്ട് തന്നെ നമ്മളത് പാസ് ചെയ്ത് പോകണം എന്ന് പറയുന്നത്. നന്നായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഇതേപോലെ തന്നെ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഒത്തിരി ടൈം ലാഭിക്കാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് നമ്മളൊരു കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻസിൽ ഇല്ല. അപ്പൊ നിങ്ങൾ സെന്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നൊന്ന് പെട്ടെന്നൊന്ന് റീകലക്ട് ചെയ്ത് നോക്കുക. ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നൊന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഓൾവേസ് കോയിൻസൈഡ് വിത്ത് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി. അത് ട്രൂ ആണോ ഫോൾസ് ആണോ?
സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഓൾവേസ് കോയിൻസൈഡ് ചെയ്യണമെന്നില്ല അല്ലെ? കാരണം സെന്റർ ഓഫ് ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വെയിറ്റ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്, ആ പോയിന്റിനെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ? ആൻഡ് ജി വാല്യൂ എന്താവാം? ഡിഫറെന്റ് ആവാം അക്കോർഡിംഗ് ടു ഹൈറ്റ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡെപ്ത്. ജി വാല്യൂ ഡിഫറെന്റ് ആയതുകൊണ്ട് സെന്റർ ഓഫ് മാസും ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ വന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓൺ ദ ബോഡി ഇസ് 0. നമ്മൾ സെന്റർ ഓഫ് മാസിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? Yes, 2 is also a false statement. Very good. Okay, next. The third one is a couple on a body produces both translational and rotational motion. Third one എന്താണ്? ഒരു കപ്പിൾ എന്ന് പറഞ്ഞ എന്താണ്? ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷനെ നമ്മൾ എന്ത് പറയുന്നേ? കപ്പിൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഈ ഓപ്പോസിറ്റ് ഫോഴ്സസ് കാരണം ഇവിടെ ട്രാൻസ്ലേഷനും റൊട്ടേഷനും പ്രൊഡ്യൂസ് ആവോ? തേർഡ് ഇസ് ഓൾസോ ഫോൾസ്, ബിക്കോസ് അവിടെ ഒരു റൊട്ടേഷണൽ മോഷൻ ഉള്ള ടെൻഡൻസി മാത്രമേ കപ്പിളിന് കാരണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ലേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ആരുണ്ടാവണം? ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവണം അല്ലെ? ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ കപ്പിളിന്റെ പ്രത്യേകത എന്താണ്? ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല. ഓക്കെ, next, the last one is mechanical advantage greater than 1 means that smaller effort can be used to lift a larger load. Is that correct? ഫസ്റ്റത്തെ 3 റോങ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ ഫോർത്ത് വൺ അറ്റ്ലീസ്റ്റ് കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ആ ഓപ്ഷൻസ് ഇല്ല അല്ലെ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ സ്മോൾ എഫേർട്ട് ആണെങ്കിൽ പോലും വി ക്യാൻ ലിഫ്റ്റ് ലാർജ് ലോഡ്. സോ ഫോർത്ത് വൺ ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ എന്ത് കൂടെ വേണമായിരുന്നു? 4 ഓൺലി എന്നൊരു ഓപ്ഷൻ കൂടെ വേണമായിരുന്നു അല്ലെ? സോ 4 ഓൺലി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ലോഡും എഫേർട്ടും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ആ ഒരു പോർഷൻ റിലേറ്റ് ചെയ്തിട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ ഒരു റോഡ് ഓഫ് വെയിറ്റ് W പ്രസന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് is supported by 2 parallel knife edge A and B and it is in equilibrium with the horizontal position. Okay, let's draw this figure. നമ്മുടെ കയ്യില് ഒരു റോഡ് ഉണ്ട് and its weight is W and it is supported by 2 parallel knives A and B. ഇവിടെ നമുക്കൊരു A and here ഒരു B knife ഉണ്ട്. And ഇവരുടെ പ്രത്യേകത എന്താണ്? They are separated at a distance D and they are also parallel. Now the knives are at a distance D from each other. The center of mass of the road is at a distance X from A. Now this is center of mass of this body because it is a regular shaped body. So we can write X distance from A ആണ് നമ്മുടെ center of mass present ആയിട്ടുള്ളത്. So ഇവിടെയാണ് നമ്മുടെ center of mass.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമൽ റിയാക്ഷൻസ് ഓൺ എ ആണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോയിന്റിലാണോ നമുക്ക് നോർമൽ റിയാക്ഷൻ കാണേണ്ടത് ആ പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോഴ്സിനെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വെയിറ്റ് ഓഫ് ദ റോഡ് ഇസ് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻസ് ഓഫ് എ ആൻഡ് ബി അല്ലേ? ഇവിടെ നമുക്ക് എയിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, അതിനെ നമുക്ക് എൻ എ എന്ന് വിളിക്കാം. ആൻഡ് ബിയിൽ ഒരു നോർമൽ റിയാക്ഷൻ എൻ ബി ഉണ്ടാവും അല്ലെ? ആൻഡ് ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ റോഡിന്റെ വെയിറ്റിന് എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൻ എ പ്ലസ് എൻ ബി ഈക്വൽ ടു വാട്ട്? W, weight of the object. ഇനി നമുക്ക് എന്താ വേണ്ടത്? എൻ എ ആണ് വേണ്ടത്. എങ്ങനെ നമുക്ക് എൻ എ കണ്ടുപിടിക്കാൻ പറ്റുന്നേ? മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി നമ്മൾ എടുക്കുവാണ്. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് എൻ എ ആണ്. നമ്മൾ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ വിടുന്ന? എൻ എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള മൊമെന്റ്, അത് ക്ലോക്ക് വൈസ് മൊമെന്റം ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റം എന്നാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് കേട്ടോ. മൊമെന്റ് അറ്റ് ബി എടുക്കുക എന്ന് പറയുമ്പോ സോ എൻ എ അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വാട്ട്? എൻ ടു അറ്റ് ഡി മൈനസ് എക്സ് ഡിസ്റ്റൻസ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എൻ ടുന് പകരം നമുക്ക് ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? എൻ എ ഡബ്ല്യു മൈനസ് എൻ എ എന്ന് കൊടുക്കാം അല്ലെ? ഡബ്ല്യു മൈനസ് എൻ എ ഇൻറ്റു ഡി മൈനസ് എക്സ്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ എന്റെ വാല്യൂ കിട്ടുമല്ലോ. സോ ആ ഒരു ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ. ഞാൻ നിങ്ങൾ കമന്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. Yes. What is NA? NA equal to W into D minus X divided by D. Sorry, divided by X അല്ലേ വരുക മക്കളെ? NA X അല്ലേ വരുക? W D minus X ഡിവൈഡഡ് ബൈ ഈ ആ എക്സിനെ നമുക്ക് താഴോട്ടേക്ക് കൊണ്ടുവരാം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദിസ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. നമ്മള് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം. A solid sphere of mass m and radius r is rotating about its diameter. Yes. Now a solid cylinder of the same mass and same radius is also rotating about its geometrical axis with an angular speed twice that of sphere. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? The ratio of kinetic energies of rotation of sphere and cylinder. അവരുടെ റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ഫിയറും അതേപോലെ സിലിണ്ടറും എങ്ങനെയാണ് ഇക്വേഷൻസ് എന്നൊക്കെ നമ്മൾ എന്തായി ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ആൻഡ് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഉള്ളത് ഒരു സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഡയമീറ്ററിന് അലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ വെലോസിറ്റിയിലാണ്, ആംഗുലർ വെലോസിറ്റിയിൽ. ആൻഡ് ഇതിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് m ആണ്. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഇസ് r. അങ്ങനെയാണെങ്കിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് റേഡിയസ്? എന്താ നമ്മൾ പഠിക്കുന്നേ? 2/5 mr² അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? 2/5 mr². സോ സിമിലർലി നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടറും കൂടെ ഉണ്ട്.
with the same radius r and about എങ്ങനെയാണ് സിലിണ്ടർ ജോമെട്രിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ദിസ് ഈസ് ദ ജോമെട്രിക്കൽ ആക്സിസ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ 2 ഒമേഗയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഹിയർ മാസ് ഇസ് ദ സെയിം. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? I equal to half mr² വരും അല്ലെ. ഇനി നമുക്ക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ? എങ്ങനെയാ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? ഹാഫ് I omega square അല്ലേ. സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൈനറ്റിക് എനർജി ഓഫ് സ്ഫിയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ. ദാറ്റ് ഇസ് ഹാഫ് I omega square. ഇവിടെ ഹാഫ് I 2 omega square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാൻസൽ ചെയ്യേണ്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ്, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. എല്ലാ വാല്യൂസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു 1/5 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദ ആൻസർ ഇസ് 1:5. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാൻ ഉള്ള ടൈം ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒറ്റൊരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. the question is finished. So rotational dynamics നമ്മൾ ഇന്ന് ചെയ്ത ഇത്രയും പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ പറയണമെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ് ആൾ.